ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രിയിലെ തേർഡ് മൊഡ്യൂളായിട്ടുള്ള കോർഡിനേഷൻ കെമിസ്ട്രിയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ അതൊരു കെമിസ്ട്രിയിലൊരു ബ്രാഞ്ച് തന്നെയാണ്. അതിൽ മെയിനായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ കോർഡിനേഷൻ കെമിസ്ട്രി ഇവിടെ നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രിയിലെ ഒരു ഇതായിട്ടാണ് പഠിക്കുന്നതുണ്ടെങ്കിലും നമ്മൾ PG ലെവലിൽ എത്തുമ്പോഴേക്കും നമ്മളത് എന്ത് ചെയ്യാണ്, സെപ്പറേറ്റ് ഒരു പേപ്പറായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്കറിയാം രണ്ടോ രണ്ടിൽ കൂടുതലോ സാൾട്ട് രണ്ടോ രണ്ടിൽ കൂടുതൽ സ്റ്റേബിൾ കോമ്പൗണ്ട്സ് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്കൊരു എന്ത് കിട്ടുന്നത്, മോളിക്യുലർ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഒരു അഡീഷൻ കോമ്പൗണ്ട്സ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് സ്റ്റേബിൾ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലാവാം, അവർക്ക് എന്ത് വേണം, നമ്മളൊരു സ്റ്റോഷിയോമെട്രിക് റേഷ്യോ ഉണ്ടായിരിക്കണം. അവർ കറക്റ്റ് റേഷ്യോയിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മുടെ ഒരു അഡീഷൻ കോമ്പൗണ്ട്സ് കറക്റ്റ് പ്രൊപ്പോർഷനിൽ കിട്ടുള്ളൂ. അപ്പോൾ അവർ ആ രണ്ട് കറക്റ്റ് സ്റ്റോഷിയോമെട്രിക് ക്വാണ്ടിറ്റിയുള്ള രണ്ടോ രണ്ടിൽ കൂടുതലോ സ്റ്റേബിൾ കോമ്പൗണ്ട്സ് ജോയിൻ ചെയ്തിട്ട് അത് സൊല്യൂഷനിൽ ക്രിസ്റ്റലൈസ് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റിനെയാണ് നമ്മൾ മോളിക്യുലർ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ അഡീഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മോളിക്യുലർ അഡീഷൻ കോമ്പൗണ്ട്സിൻ്റെ എക്സാമ്പിൾസാണ്. നമ്മളിവിടെ കോപ്പർ സൾഫേറ്റും ഒരു അമോണിയം 4NH3 റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ടെട്രാ അമൈൻ കോപ്പർ 2 സൾഫേറ്റ് ആണ്. അതായത് CuSO4.4NH3 എന്ന് കാണുന്നുണ്ടാവും. അതൊരു അഡക്റ്റാണ്. കോപ്പർ സൾഫേറ്റും NH3 കൂടെ അഡീഷനായിട്ട് ആഡ് ചെയ്തതാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റാണ് ടെട്രാ അമൈൻ കോപ്പർ 2 സൾഫേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് ഒരുപാട് അഡീഷൻ കോമ്പൗണ്ട്സുകൾ കിട്ടുന്നുണ്ട്. മോർ സാൾട്ടിൽ നമ്മൾ ഫെറസ് സൾഫേറ്റും അമോണിയം സൾഫേറ്റും വാട്ടറും കൂടെ, അതായത് 3 സ്റ്റേബിൾ കോമ്പൗണ്ട്സ് ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് മോർ സാൾട്ട് കിട്ടുന്നത്. അതേപോലെ തന്നെ നമുക്ക് പൊട്ടാസ്യം ഫെറോസൈനൈഡും അതേപോലെ പൊട്ടാഷ് ആലും ഒക്കെ എന്താണ് ഇതുപോലെ രണ്ടോ രണ്ടിൽ കൂടുതൽ സ്റ്റേബിൾ കോമ്പൗണ്ട്സ് അതിൻ്റെ കറക്റ്റ് റേഷ്യോയിലുള്ള സ്റ്റോഷിയോമെട്രിക് ക്വാണ്ടിറ്റീസിലുള്ള അവർ തമ്മിൽ എന്ത് ചെയ്യാണ്, ജോയിൻ ചെയ്തിട്ട് നമ്മുടെ സൊല്യൂഷനിൽ അത് ക്രിസ്റ്റലൈസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, മോളിക്യുലർ അല്ലെങ്കിൽ അഡീഷൻ കോമ്പൗണ്ട്സ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മോളിക്യുലർ അഡീഷൻ കോമ്പൗണ്ട്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിൽ ഈ അല്ലെങ്കിൽ അഡീഷൻ കോമ്പൗണ്ട്സിൻ്റെ നമ്മൾ പറഞ്ഞു മെയിനായിട്ട് 2 ടൈപ്പ് ഉണ്ട്. അതൊന്നാണ് ഡബിൾ സാൾട്ടും അതേപോലെ രണ്ടാമത്താണ് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സും. അപ്പോൾ എന്താണ് ഈ ഡബിൾ സാൾട്ട്, അതേപോലെ എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഡബിൾ സാൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോഷിയോമെട്രിക് റേഷ്യോയിലുള്ള 2 സാൾട്ട് അതിൻ്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ നിന്ന് ക്രിസ്റ്റലൈസ് ചെയ്യുകയാണ്. അങ്ങനെ കിട്ടുന്നതാണ് നമ്മൾ ഡബിൾ സാൾട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ മോർ സാൾട്ടൊക്കെ. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു അഡീഷൻ കോമ്പൗണ്ട്സിൽ അതിൻ്റെ വാട്ടർ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഐഡൻറ്റിറ്റി ലോസ് ചെയ്യുക അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന സമയം, അങ്ങനത്തതിനെയാണ് നമ്മൾ ഡബിൾ സാൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡബിൾ സാൾട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 2 സാൾട്ടും എന്ത് ചെയ്യണം, ആ ഒരു ക്രിസ്റ്റലൈസ് ചെയ്യുന്നുണ്ടല്ലോ, അതൊരു സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ നമ്മൾ പറഞ്ഞു അത് ക്രിസ്റ്റലൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇതൊരു വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അത് സിമ്പിൾ അയോണായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുകയും ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഐഡൻറ്റിറ്റി മൊത്തം നഷ്ടപ്പെടുന്നതിനാണ് നമ്മൾ ഡബിൾ സാൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോർ സാൾട്ടൊക്കെ ഡബിൾ സാൾട്ടിൻ്റെ എക്സാമ്പിൾസാണ്. അതേപോലെ പൊട്ടാഷ് ആലം, അതേപോലെ കാർനലൈറ്റ്, ഇതൊക്കെ ഡബിൾ സാൾട്ടിൻ്റെ എക്സാമ്പിൾസാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അഡീഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ 2 സ്റ്റേബിൾ കോമ്പൗണ്ട്സ് ജോയിൻ ചെയ്തിട്ട് സൊല്യൂഷനിൽ ക്രിസ്റ്റലൈസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. ഒന്ന് ഡബിൾ സാൾട്ടും രണ്ടാമത്തെ കോർഡിനേഷൻ കോമ്പൗണ്ട്സും. ഡബിൾ സാൾട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്നു. എന്നാൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിനങ്ങനെ നഷ്ടപ്പെടുന്നില്ല, അതിൻ്റെ ഐഡൻറ്റിറ്റി അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റിട്ടേൺ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് വാട്ടറിൽ നിന്നല്ല, വേറെ ഏതെങ്കിലും സോൾവെൻസിലാണെങ്കിൽ കൂടെ അതെന്ത് ചെയ്യുന്നില്ല, സിമ്പിൾ അയോണായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നില്ല, അതേപോലെ അതിൻ്റെ ഐഡൻറ്റിറ്റി അതേപോലെ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത് എന്താണ്, അത് ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് ഒരു പ്രത്യേകതയാണ്, അതിൻ്റെ ഒരു പ്രോപ്പർട്ടീസാണ്. ഇനി കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, ഇറ്റ് കണ്ടെയ്ൻസ് എ സെൻട്രൽ മെറ്റൽ ആറ്റം or ion surrounded by a number of oppositely charged ions or neutral molecules. അതായത് ഇവിടെ ഒരു സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ടാവും, ആറ്റം അല്ലെങ്കിൽ ഒരു അയോണോ ഉണ്ടാവും, അതിനെ ചുറ്റും സറൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ ഏത് ചാർജാണോ സെൻട്രൽ മെറ്റൽ ആറ്റത്തിനുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജുള്ള അയോൺസോ അല്ലെങ്കിൽ ന്യൂട്രൽ മോളിക്യൂൾസ് കൊണ്ട് അതിൻ്റെ എന്ത് ചെയ്യുന്നുണ്ടാവും, അതിന് ചുറ്റും ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ മെറ്റൽ നമ്മുടെ ആ സറൗണ്ടിങ് അയോൺസ് അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മെറ്റൽ ആറ്റമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റീബോണ്ട് നടക്കുന്നുണ്ട്. ആ ഒരു ബോണ്ടാണ് കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. അതായത് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറയാം. നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട് വേറൊരു പേരാണ് കോർഡിനേഷൻ കോംപ്ലക്സ്. അതേപോലെ കോംപ്ലക്സ് കോമ്പൗണ്ട്സും നമ്മൾ സിമ്പിളായിട്ട് കോംപ്ലക്സസ് എന്നും പറയാറുണ്ട്. അപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ മെറ്റൽ ആറ്റം അതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു സറൗണ്ടിങ് സ്പീഷീസുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലിങ്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലിങ്കേജ് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കോർഡിനേറ്റ് ബോണ്ട്. നമുക്കറിയാം ബോണ്ട് ടൈപ്പ് അറിയാമല്ലേ, അയോണിക്, കോവാലന്റ്, കോർഡിനേറ്റ് ബോണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റും അതുപോലെ നമ്മുടെ സറൗണ്ടിങ് സ്പീഷീസും എന്താണ്, അവർ തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുള്ളത് ഒരു കോർഡിനേറ്റ് ബോണ്ട് തമ്മിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നമ്മൾ സെൻട്രൽ മെറ്റൽ ആറ്റം അല്ലെങ്കിൽ സെൻട്രൽ മെറ്റൽ അയോൺസ് അതെന്ത് ചെയ്യാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജുള്ള അയോൺസോ അല്ലെങ്കിൽ ന്യൂട്രൽ മോളിക്യൂൾസോ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സറൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോർഡിനേറ്റ് ബോണ്ടിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞ പൊട്ടാസ്യം ഫെറിസൈനൈഡും പൊട്ടാസ്യം ഫെറോസൈനൈഡും. അതേപോലെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഒരുപാട് എക്സാമ്പിൾസ് വേറെ ഉണ്ട്. നമ്മുടെ നിക്കൽ ടെട്രാ കാർബോണൈൽ, അതേപോലെ കുപ്ര അമോണിയം സൾഫേറ്റ്. അപ്പോൾ അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിലുണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് അഡീഷൻ കോമ്പൗണ്ട്സ് ആണ്. അഡീഷൻ കോമ്പൗണ്ട്സ് 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഒന്നാണ് ഡബിൾ സാൾട്ടും രണ്ടാമത്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സും. ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു സെൻട്രൽ മെറ്റൽ ആറ്റം അല്ലെങ്കിൽ അയോണോ അതിൻ്റെ ചുറ്റും എന്ത് ചെയ്യുക, അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജുള്ള ആളോ അല്ലെങ്കിൽ ന്യൂട്രൽ മോളിക്യൂൾസോ കൊണ്ട് സറൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അവർ തമ്മിൽ എന്ത് ചെയ്യാണ്, ഒരു കോർഡിനേറ്റ് ബോണ്ട് വെച്ചിട്ടാണ് അവർ തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുള്ളത്. അതായത് സെൻട്രൽ ആറ്റം അല്ലെങ്കിൽ സെൻട്രൽ അയോണോ അതുപോലെ അതിൻ്റെ സറൗണ്ട് ചെയ്തിട്ടുള്ള മോളിക്യൂൾസോ അല്ലെങ്കിൽ അയോൺസോ ബോണ്ട് ചെയ്തിട്ടുള്ളത് ഒരു കോർഡിനേറ്റ് ബോണ്ടിലാണ്. അതായത് ലിങ്ക് ചെയ്തിട്ടുള്ളത് ഒരു കോർഡിനേറ്റ് ബോണ്ടിലാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വാട്ടറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോൾവെൻസിലാണെങ്കിൽ കൂടെ അതെന്ത് ചെയ്യില്ല, അതിൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുത്തില്ല. അതേപോലെ ഒരു സിമ്പിൾ അയോണായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുകയുമില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അഡീഷൻ കോമ്പൗണ്ട്സ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാൻ പോകുന്നത്. ഈ ഒരു മൊഡ്യൂളിൽ മൊത്തം നമ്മൾ ഇതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്.